സംസ്ഥാന ഗവേണിംഗ് ബോഡി അംഗവുമാണ്. ഷാഹുൽ ഹമീദ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ഗവേണിംഗ് ബോഡി മെമ്പറുമാണ്. ഞങ്ങൾ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ പ്രത്യേകിച്ചും ഞങ്ങൾ വിളിക്കാനുള്ള കാരണം, നിങ്ങൾക്കറിയാം, കേരളത്തിൽ അനാവശ്യവും അന്യായവുമായുള്ള ഒരു നേഴ്സിംഗ് സംഘടനയുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിക്കൊണ്ട് അവരുടെ സമരമുണ്ട്, ഒരു ദിവസം സമരം, 4-ാം തീയതി ഉള്ള സമരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പല സ്ഥാപനങ്ങളിലും നോട്ടീസ് കിട്ടിയിരുന്നു. ആ നോട്ടീസിനനുസരിച്ച് കൊണ്ട് അവർ പല ആശുപത്രികളെയും UNAയുടെ പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് പോയി. ഞങ്ങൾ മനസ്സിലാക്കിയതും ഞങ്ങൾക്ക് കിട്ടിയ നോട്ടീസ് അനുസരിച്ചും 4-ാം തീയതി മാത്രമുള്ള ഒരു 1 ഡേ സ്ട്രൈക്ക്, ഒരു സൂചനാ പണിമുടക്കായിട്ടാണ് അറിയാനും ഞങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത്. എന്നാൽ ആ സമരത്തിന് ശേഷം യാതൊരു നോട്ടീസും ഒരു വിവരവും ഇല്ലാതെ പല സ്റ്റാഫും ആ സമരത്തിൽ തുടരുകയും പിന്നീട് ചില ആശുപത്രികളിലൊക്കെ തിങ്കളാഴ്ച സമരം, അനിശ്ചിതകാല സമരം തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ആയിക്കൊണ്ട് 2-3 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടുകൊണ്ടുള്ള നോട്ടീസാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റ് മേഖലയെ പോലെയല്ല ഹെൽത്ത് കെയർ മേഖല. ഇപ്പോൾ സമരം നടക്കുന്ന പല സ്ഥാപനങ്ങളിലും, സൂപ്പർ സ്പെഷ്യാലിറ്റി സ്ഥാപനങ്ങളിലുമൊക്കെ കിഡ്നി മാറ്റിവെച്ചവരും ലിവർ മാറ്റിവെച്ചവരും അതേപോലെ തന്നെ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളടക്കം ഉള്ള ഒരു സ്ഥിതിയാണുള്ളത്. നഴ്സിംഗ് സേവനമില്ലാതെ അവരെ ഒന്നും മാനേജ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമരം വളരെ അന്യായമായ ഒരു സമരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇന്ന് വളരെ പ്രയാസപ്പെട്ട ഒരു രീതിയിലാണ് കേരള ഹെൽത്ത് കെയർ ഉള്ളത്. ഞങ്ങളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് പൊതുജനങ്ങളെ അറിയിക്കുവാൻ തീരുമാനിച്ചത് തന്നെ, എന്തെങ്കിലും ജീവഹാനി ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഈ സമരം കൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ഞങ്ങളൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഈ സമരം തൊഴിലാളികളുടെ സമരങ്ങൾക്കും അവരുടെ പ്രക്ഷോഭങ്ങൾക്കും ഒന്നും ഞങ്ങളെതിരല്ല. സമരത്തെ സംബന്ധിച്ചിടത്തോളം 14 ദിവസത്തെ നോട്ടീസില്ലാതെ സമരം ചെയ്യാൻ പാടില്ല എന്ന് പുതിയ ലേബർ കോഡുകളിലും ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിലും അതേപോലെ തന്നെ ഈ UNA 2012 ചെയ്ത സമയത്ത് കേരള ഹൈക്കോടതിയിലെ ഒരു മീഡിയേഷനിലൂടെ 14 ദിവസം നോട്ടീസില്ലാതെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ സമരം ചെയ്യില്ല എന്നും അതേപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളായ കാഷ്വാലിറ്റി, ICU, ഓപ്പറേഷൻ തിയേറ്റർ, ഡയാലിസ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളൊക്കെ പോലുള്ള സ്ഥലങ്ങളിലൊന്നും അവിടെ സമരം ചെയ്യില്ല എന്നും, അവിടെയുള്ള നേഴ്സിംഗ് സ്റ്റാഫ് സമരം ചെയ്യില്ല എന്നും, ഏതെങ്കിലും ഒരു മീഡിയേഷൻ നടത്തി അത് ഫെയിലിയർ ആയതിനു ശേഷം അവസാനത്തെ ഒരു റിസോർട്ട് എന്നുള്ള രീതിയിൽ മാത്രമേ അങ്ങനെയുള്ള ഏരിയകളിൽ സമരം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു മീഡിയേഷനിലൂടെ ഒത്തുതീർപ്പാവുകയും അതനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ ഭാഗമായി വന്നതുമാണ്. അതൊന്നും പാലിക്കാതെയാണ് ഇന്ന് സമരം നടക്കുന്നത്. പ്രത്യേകിച്ചും പല സ്ഥാപനങ്ങളിലും എല്ലാ നേഴ്സിംഗ് സ്റ്റാഫും ഈ സമരത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മാനേജ് ചെയ്യുന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അവരുടെ നോട്ടീസിൽ ആവശ്യപ്പെട്ടത് മിനിമം വേജസിൻ്റെ റിവിഷനാണ് അവരുടെ നോട്ടീസിൽ ആവശ്യപ്പെട്ടുള്ളത്. മിനിമം വേജസിൻ്റെ റിവിഷൻ 92 ഷെഡ്യൂൾ എംപ്ലോയ്മെൻറ്റുകൾ കേരളത്തിലുണ്ട്. മിനിമം വേജസ് ആക്ടിൻ്റെ ഷെഡ്യൂളുകളിൽ പറയുന്ന ഈ 92 ഷെഡ്യൂൾ എംപ്ലോയ്മെൻറ്റുകളിലും മിനിമം വേജസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നടപ്പാക്കേണ്ടതും അത് പുനർനിർണ്ണയിക്കേണ്ടതുമൊക്കെ സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് മിനിമം വേജസിൻ്റെ റിവിഷൻ. അത് കഴിഞ്ഞ മിനിമം വേജസ് റിവിഷനുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തു. അത് ചില സാങ്കേതിക കാരണങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, സമരം തുടങ്ങുമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ, സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ മിനിമം വേജസിൻ്റെ റിവിഷൻ ചെയ്തുകൊണ്ട് കരട് രൂപം പുറത്തിറക്കിയിട്ടുണ്ട്.
ആക്റ്റും റൂളും അനുസരിച്ചുകൊണ്ട് ഒരു കരട് രൂപം പുറത്തിറക്കി കഴിഞ്ഞാൽ 2 മാസം അതിലെ ആക്ഷേപങ്ങൾ ക്ഷണിച്ച് അതിന് ജീവനക്കാരായാലും തൊഴിലുടമകളായാലും തൊഴിലാളികളായാലും അവരുടെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ആ 2 മാസത്തെ ആക്ഷേപങ്ങൾ ക്ഷണിച്ച ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ട് മാത്രമാണ് ഫൈനൽ നോട്ടിഫിക്കേഷനിൽ പിന്നെ ഇതിൻ്റെ നിയമം അനുവദിക്കുന്നുള്ളൂ. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റും ലേബർ കമ്മീഷണറും ഒക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും മാനിക്കാതെയാണ് സമരം നടത്തുന്നത്. മിനിമം വേജിൻ്റെ റിവിഷൻ എന്നുള്ളത് മിനിമം വേജസ് റിവിഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചും ആക്റ്റും റൂളും അനുസരിച്ച് കൊണ്ടൊക്കെ കുറേ ഘടകങ്ങൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഒരു പിന്നെ ഏറ്റവും ചുരുങ്ങിയ വേതനം എന്നുള്ള രീതിയിൽ ഏറ്റവും ചെറിയ സ്ഥാപനവും പ്രയാസപ്പെടുന്ന സ്ഥാപനവും നിർബന്ധവും നിയമപരമായി കൊടുക്കേണ്ട ഒരു വേതനമാണ്. അതിൽ താഴെ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് എന്തെല്ലാം ഘടകങ്ങളാണ് അതിൽ പാലിക്കേണ്ടത് എന്നും എങ്ങനെയാണ് മിനിമം വേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് ആക്ടിൻ്റെ അവ്യക്തത പോലും സുപ്രീം കോടതി വിധികളിലൂടെ പിന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അനുസരിച്ച് കൊണ്ടാണ് ഈ പറയുന്ന 92 ഷെഡ്യൂൾ എംപ്ലോയിമെന്റ് മിനിമം വേജ് തീരുമാനിക്കുന്നത്. അപ്പം മിനിമം വേജസ് തീരുമാനിക്കുന്നത് 40,000 50,000 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തൊഴിലാളി സംഘടനകളുടെ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് തീരുമാനിക്കേണ്ട വേതനമല്ല മിനിമം വേജ്. മിനിമം വേജ് തീരുമാനിക്കുന്നത് പിന്നെ ആ കുടുംബത്തിന് അന്നത്തെ പിന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഒക്കെ നോക്കിക്കൊണ്ട് ജീവിക്കാനുള്ള പിന്നെ വേതനം എത്ര എന്ന് കണക്കാക്കിക്കൊണ്ട് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സമരം ചെയ്യാൻ പാടില്ലാത്തതാണ്. നേഴ്സിംഗ് സംഘടന ആ സമരങ്ങളിൽ നിന്നും പുറകോട്ട് പോകണമെന്നും പിന്നെ പാവപ്പെട്ട ആളുകളുടെ രോഗികളുടെ ജീവൻ വെച്ച് വിലപേശിക്കൊണ്ട് ഒരു വേതന വർധനവിന് വേണ്ടി ഈ സംഘടന ശ്രമിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സേവനം കൊടുക്കുവാൻ ഞങ്ങളുടെ വരുന്ന രോഗികൾക്ക് സേവനം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിലെ സൗകര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ സേവനം കൊടുക്കുന്നുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള വിവരം പൊതുജനങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ചും ഈ നാടിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ബാധ്യത ഉള്ളതുകൊണ്ട് 70% കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളാണ് കേരളത്തിലെ ആരോഗ്യരംഗം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ പിന്നെ മാധ്യമ പ്രവർത്തകരുടെ പിന്തുണയും ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറയുന്നു. ഇരുപത്തിയേഴിന് പറഞ്ഞിട്ടുള്ളത് 1 ഡേ സ്ട്രൈക്കാണ്. അത് പിന്നെ 4-ാം തീയതി സമരം ചെയ്യും എന്ന് പറഞ്ഞാണ് 27, 28 ദിവസങ്ങളിലൊക്കെ 24 ഇല്ല അതിൽ പറയുന്നത് പിന്നെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നതിന് വേണ്ടി 24-ാം തീയതി സമരം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആശുപത്രികളിൽ സമരം ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. ഇനി അത് തന്നെ നിങ്ങൾ നോക്കൂ, 27-ന് നോട്ടീസ് തന്നു കഴിഞ്ഞാൽ 28 ഫെബ്രുവരി 28 ഉള്ളൂ. പിന്നെ ഒരു ദിവസം, പിന്നെ 4-ാം തീയതി 5 ദിവസത്തെ നോട്ടീസാണ് തരുന്നത്. 14 ദിവസത്തെ നോട്ടീസ് ഇല്ലാതെ സമരം ചെയ്യാൻ പാടില്ല എന്ന എല്ലാ ആക്ടും റൂളുമുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രോഗികളെ പിന്നെ ഇങ്ങനെ ഒരു സമരം വന്ന് അവിടെ സേവനം നൽകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ കാണേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ. അതുകൊണ്ട് തന്നെ ആക്ടും റൂളും അനുസരിച്ചുകൊണ്ട് 14 ദിവസത്തെ നോട്ടീസെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവർ തരേണ്ടതുണ്ട്. അതിന് പോലും നിന്നിട്ടില്ല. അതിലും 1 ഡേ സ്ട്രൈക്കാണ് പറഞ്ഞിരുന്നത്. അനിശ്ചിതകാല സമരത്തെക്കുറിച്ച് സൂചനയില്ല. മിനിമം വേതനം ന്യായമായ ആവശ്യമാണ്. 40,000 രൂപ എന്നുള്ളത് മിനിമം വേജ് കണക്കാക്കാൻ കഴിയുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മിനിമം വേതനം ഞങ്ങൾ മാത്രമല്ല കൊടുക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഈ 1-2 മേഖലയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മിനിമം വേതനം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിനിമം വേതനം ഇന്ന് 2022 പുറത്തിറങ്ങിയത് 18,000 സംതിങ് രൂപയാണ്. അതേപോലെ തന്നെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം വരുന്ന സ്ഥാപനങ്ങളിൽ 17,000 സംതിങ് ആണ്. അതേപോലെ തന്നെ പിന്നെ ഡെന്റൽ, പിന്നെ ഓട്ടോമൊബൈൽ, ഈ മേഖലകളൊക്കെ കേരളത്തിലുണ്ട്. 92 ഷെഡ്യൂൾ എംപ്ലോയ്മെന്റ് കേരളത്തിലുണ്ട്. ഇവിടെയൊക്കെ ലഭിക്കുന്ന വേതനം ഇന്ന് നിലവിലുള്ളത് DAയും ബേസിക്കും എല്ലാം അടക്കം അവർ ഡ്രോ ചെയ്യേണ്ട സാലറി 18,000 19,000 താഴെയുള്ള രൂപകളാണ്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ഇന്ന് 22 23 രൂപകളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവരവിടെ വളരെ സമരം നടത്തുന്നുണ്ട്. ഞാൻ ഇന്ന് അവിടെ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നഴ്സിംഗ് മേഖലയിൽ BSc GNM കഴിഞ്ഞ ഒരു നഴ്സിന് 1-ാമത്തെ വർഷം തന്നെ തുടങ്ങുന്നത് 30,410 രൂപയാണ് അവിടെ പിന്നെ സാലറി തുടങ്ങുന്നത്.
മാന്യമായ വേതനം എന്ന് പറയുമ്പോൾ മിനിമം വേതനത്തിന്റെ എത്രയോ മുകളിലായിക്കൊണ്ട് ഇന്ന് തന്നെ നേഴ്സിംഗ് മേഖലയിൽ സാലറി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മിനിമം വേതനം പുതുക്കേണ്ടത് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയ കരട് രൂപത്തിൽ തന്നെ 28,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അതിൽ 800 ബെഡിന് മുകളിൽ 40,000 രൂപ വരുന്നുണ്ട്. അതിന്റെ ഘടകങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സർക്കാർ ഫൈനൽ ഓർഡറായി വരുമ്പോൾ ഞങ്ങളത് കൊടുക്കാൻ തയ്യാറാണ്. മിനിമം വേജസ് കൊടുക്കില്ല എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. ഞങ്ങളുടെ മെമ്പർമാരിൽ തന്നെ മിനിമം വേജ് കൊടുക്കണമെന്ന് ഞങ്ങൾ നിർബന്ധമായി പറയുന്നു. മിനിമം വേജ് കൊടുക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്, ലേബർ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. 5 ലക്ഷം രൂപ വരെ വൺ ടൈം ഫൈൻ ഇടാനുള്ള അധികാരമുണ്ട്. ക്രിമിനൽ കേസായി രജിസ്റ്റർ ചെയ്ത് തൊഴിലുടമയെ ഇംപ്രിസ്മെന്റ് അടക്കം കൊടുക്കാൻ പറ്റുന്ന നിയമങ്ങൾ ഇത് കേരളത്തിലുണ്ട്. പക്ഷെ അത് മിനിമം വേതനമായിരിക്കണം. ഞങ്ങളിൽ മിനിമം വേജ് കൊടുക്കാത്ത സ്ഥാപനങ്ങൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. ഇതിന് സംവിധാനങ്ങളുണ്ടല്ലോ. നമ്മളൊരു നിയമമുണ്ട്. ആ നിയമം കൊണ്ട് ഒരു സർക്കാർ ഇത്ര മിനിമം വേതനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാത്ത സ്ഥാപനങ്ങൾക്കിടെ നടപടിക്കാനുള്ള അധികാരവും സർക്കാരിനുണ്ട്. അത് ചെയ്തു. അതിന് ആശുപത്രികളിൽ സമരം ചെയ്ത് ഈ രോഗികളെ ബുദ്ധിമുട്ടിക്കലാക്കാൻ അല്ലല്ലോ അതിന്റെ പരിഹാരം. UN പല സ്ഥലങ്ങളിലും നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് കൊടുക്കാറുണ്ട്. അവർ പരിശോധിക്കാറുണ്ട്. ഞങ്ങളെ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിൽ വകുപ്പ് ഒന്ന് പരിശോധന നടത്താറുണ്ടല്ലോ. പരിശോധന നടത്തി മിനിമം വേജ് ഇല്ലാത്ത ഏതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതിന് നോട്ടീസ് നൽകാറുണ്ട്, ഫൈൻ ഇടാറുണ്ട്, പലതുമുണ്ട്. പക്ഷെ ഇന്ന് അതൊക്കെ പണ്ട് കാലങ്ങളിലാണ് മിനിമം വേജ് കൊടുക്കാതെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോയിരുന്നത്. ഇന്ന് കേരളം ഉത്ഭുതമായ ഈ മേഖലയിൽ ഒരിക്കലും മിനിമം വേജ് കൊടുക്കാതെ ഒരു സ്ഥാപനത്തിന് കൊണ്ടുപോകാൻ കഴിയില്ല. നേഴ്സിന് മാത്രമല്ല എല്ലാ കുടുംബത്തിനും ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്, ഷോപ്പ് ആക്ട് പ്രകാരം ഒരു അക്കൗണ്ടന്റ്, ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റും ഓട്ടോമൊബൈൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റും സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങൾ തന്നെയാണ് ജീവിക്കുന്നത്. എല്ലാവരും ഒരേപോലെയുള്ള ഒരു കുടുംബജീവിതമാണ് നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മിനിമം വേതനം എന്ന് പറഞ്ഞാൽ അത് നിയമാനുസൃതം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ കോഡ് ഓൺ വേജസ് നിലവിൽ വന്നു. കോഡ് ഓൺ വേജസിൽ സ്കിൽഡ് ലേബർക്ക് ഇത്ര, അൺസ്കിൽഡ് ലേബർക്ക് ഇത്ര, സെമി സ്കിൽഡ് ലേബർക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് എല്ലാ മേഖലയിലും വേതനം വരാൻ പോകുന്നത്. മിനിമം വേതനം പുതുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സമരം അവർ അനാവശ്യമായ സമരമാണ്. മിനിമം വേതനം പുതുക്കാൻ സമരം വേണ്ട. സർക്കാരിന്റെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, 27 ചർച്ച കുറെ ഒരു 18-20ഓളം ചർച്ചകൾ സർക്കാരുമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ UNA പ്രതിനിധിയുണ്ട്, മറ്റ് തൊഴിലാളി CITU, INTS, BMS പോലുള്ള STU പോലുള്ള സംഘടനയുടെ പ്രതിനിധികളുണ്ട്. അവരെല്ലാം ഇരുന്ന് ലേബർ കമ്മീഷന്റെ അധ്യക്ഷതയിൽ മിനിമം വേജ് കമ്മിറ്റി രൂപീകരിച്ച് 2023 അതിന്റെ തെളിവെടുപ്പുകൾ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും തെളിവെടുപ്പ് നടത്തി അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ച് 18-20ഓളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഇതിന്റെ കരട് രൂപം പുറത്തിറക്കിയിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകർ, ഈ മാധ്യമ വർക്ക് ചെയ്യുന്ന ആളുകൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ മുന്നിൽ കൊണ്ടുവരണം, ദയവ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ അവിടെ ആരെയും കയ്യേറ്റം ചെയ്യുകയുണ്ടായില്ല. അവരുണ്ടായുള്ളതെന്ന് വെച്ചാൽ നഴ്സുമാർ മൊത്തം സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആശുപത്രിയുടെ ജോലി വിട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് 27 പുതിയ നഴ്സുമാരെ അവിടെ അപ്പോയിന്റ് ചെയ്ത് അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് അവർ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പെടുത്തുകൊണ്ട് 27 നഴ്സുമാർ അവിടെ വന്നപ്പോൾ ഇവര് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നഴ്സുമാർ അവരെ ജോലിയിൽ പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ വന്നപ്പോഴാണ് മാനേജ്മെന്റ് ഇടപെടേണ്ടി വന്നത്. 2 നഴ്സുമാർ മാത്രമാണ് അതിൽ ഇവരെ പ്രതിഷേധം മറികടന്നുകൊണ്ട് അതിൽ ഇന്നലെ ജോയിൻ ചെയ്ത്. 25 നഴ്സുമാരെയും അവർ മടക്കി അയച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം 7 ക്രിട്ടിക്കൽ കെയറിൽ അതിൽ 3-4 പേഷ്യന്റ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ്, കിഡ്നി മാറ്റിവെച്ച പേഷ്യന്റ്, കരള് മാറ്റിവെച്ച പേഷ്യൻസ് ഒക്കെ ICUയിലും അതേപോലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലും പരിചരണം ആവശ്യപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ നിന്ന് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇറങ്ങിപ്പോയി
പിന്നെ സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ആ പിന്നെ സേവനം നികത്തുന്നതിന് വേണ്ടി ഒരു പിന്നെ അപ്പോയിന്റ് ചെയ്ത് പുതുതായി ജോയിൻ ചെയ്യാൻ തയ്യാറുള്ള നഴ്സുമാരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അവരെ തടയുന്നത് ഏത് മനുഷ്യത്വമാണ്? ആരോടുള്ള പിന്നെ ഒരു കടപ്പാടാണ് അവർ കാണിക്കുന്നത്? ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും സംഘടനയോ വ്യക്തിയോ അങ്ങനെ ചെയ്യുമോ? അവർ കടക്കുന്ന ആളുകളിലും ജീവൻ വലുതല്ലേ? അവരുടെ സാലറി മാത്രമല്ലല്ലോ, രോഗികളെ ജീവനും വലുതല്ലേ? അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ 14 ദിവസം നോട്ടീസ് തന്ന് നിയമാനുസൃതമുള്ള സമരമാണെങ്കിൽ അതിന് യാതൊരു പിന്നെ ഇതുമില്ലല്ലോ. ഈ സമരം ചെയ്യാത്ത ആളുകളെ ജോലി ചെയ്യാതെ തടയുക, അല്ലെങ്കിൽ പിന്നെ നോട്ടീസ് ഇല്ലാതെ ഇറങ്ങിപ്പോവുക, ഒരു ആവേശത്തിന്റെ പുറത്ത് സമരം ചെയ്യുന്നത് കേരളത്തിന് ഭൂഷണമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആശുപത്രിയുടെ മാനേജ്മെന്റും അവരുടെ വ്യക്തിപരമായി ആ സ്ഥാപനത്തിലെ ജോലി, അവരുടെ പിന്നെ സേവനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് കൂടുതൽ ദിവസം ആബ്സെന്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് അൺഓതറൈസ്ഡ് ആബ്സെന്റ് ആണ് ഒരു ഇല്ലീഗൽ സ്ട്രൈക്കിൽ പങ്കെടുക്കുക എന്നുള്ളത്. ലീഗൽ സ്ട്രൈക്കിലാണെങ്കിൽ മാത്രമാണ് ഒരു അവകാശമായി മാറുന്നത്. അല്ലെങ്കിൽ അവരെ എതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പുതിയ ആളുകളെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അവിടെ വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട സേവനം നൽകാനുള്ള സംവിധാനങ്ങൾ അതാത് സ്ഥാപനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട്, റിക്വയർമെന്റിനനുസരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാ മെമ്പർമാരോടും പറഞ്ഞിട്ടുള്ളത്. ആരും പ്രകോപനമായ രീതിയിലൊന്നും ഇതിനെ പ്രതികരിക്കേണ്ട എന്നും അത് വളരെ പിന്നെ സമവായത്തോടു കൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സമരം തുടർന്ന് അൺഓതറൈസ്ഡ് ആബ്സെന്റ് അധികമായി ആശുപത്രി പാരലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അതുപോലുള്ള നടപടികൾ അതാത് സ്ഥാപനങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പിന്നെ തീരുമാനിക്കും. അത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഓണേഴ്സ് അസോസിയേഷൻ പിന്നെ സ്റ്റാഫിനെതിരെ, പിന്നെ ജീവനക്കാർക്കെതിരെ നാളെ മുതൽ പിരിച്ചുവിടും എന്നുള്ളൊരു വാർത്ത നിങ്ങൾ കൊടുക്കരുത് പ്ലീസ്. അതായത് തെറ്റിദ്ധരിക്കപ്പെടരുതെന്നുള്ളൂ. ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. UNAയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. അതേസമയം ഇത് അല്ലാത്ത വേറെ നഴ്സിംഗ് പിന്നെ സംഘടനകളുണ്ട്, INA ഉണ്ട്, മറ്റു പല സംഘടനകളുണ്ട്. അതുമാത്രമല്ല, UNAൻ്റെ പിന്നെ യൂണിറ്റുകളുള്ള ചില ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ഇത് സമരങ്ങൾ കാര്യമായിട്ട് നടക്കുന്നത്. പല ഹോസ്പിറ്റലുകളിലും പ്രവർത്തനം സാധാരണഗതിയിൽ നടക്കുന്നുണ്ട്. അതിൽ ഓരോ ഹോസ്പിറ്റലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മിനിമം വേജസും ഉണ്ട്, ഫെയർ വേജസും ഉണ്ട്. മിനിമം വേജസ് ഏത് സ്ഥാപനവും പിന്നെ കൊടുക്കാൻ നിയമപരമായി ബാധ്യതപ്പെട്ടതാണ്. അവര് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് മിനിമം വേതനം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ സ്ഥാപനം അടച്ചു പൂട്ടിപ്പോയിക്കോളാനാണ്. അപ്പോൾ ആ ഒരു നിലയിൽ പിന്നെ മിനിമം വേജസ് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു ലെവലിലാണ് ഗവൺമെന്റിന് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ഇത് അല്ലാതെ എല്ലാ ഹോസ്പിറ്റലുകളും അവരുടെ തരം, അവർ ഏത് ടൈപ്പ് ഓഫ് സർവീസാണ്, ഏത് ലെവലിലുള്ളതാണ്, അവരുടെ ബെഡ് സ്ട്രെങ്ത്, ഈ പല കാര്യങ്ങളും വെച്ചുകൊണ്ട് പല ഹോസ്പിറ്റലുകളും ഇതിൽ അധികം പിന്നെ സാലറി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സ്ഥാപനത്തിലും ഉള്ള സാലറി നിരക്ക് ഒരേപോലെ അല്ല. കേരളത്തിലുള്ള 5-10 ബെഡ് മുതൽ 800-ഉം 1000-ഉം ബെഡുള്ള ഹോസ്പിറ്റലുകളുണ്ട്. എല്ലായിടത്തും നിരവധി സ്കെയിലുകളാണ് ഉള്ളത്. കാരണം മിനിമം വേജസിന് അപ്പുറം ഫെയർ വേജസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ പലയിടത്തും സമരങ്ങൾ നടക്കുന്നില്ല, ചിലയിടത്ത് സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മിനിമം വേജസ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത് ഏറ്റവും ഒരു ഹയർ സ്കെയിലാണ്. നമ്മൾ അടുത്തുള്ള കേരളത്തിൽ തന്നെ, നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, കേരളത്തിൽ തന്നെ മറ്റു തൊഴിൽ മേഖലകളിലുള്ള മിനിമം വേജസിനേക്കാളും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് ഹെൽത്ത് കെയർ മേഖല. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റും പുറത്ത് വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടന്റും ചെയ്യുന്ന ജോലി ഒന്നാണ്, പക്ഷെ രണ്ടും രണ്ട് ശമ്പളമാണ് വരുന്നത്. ഇത് കേരളത്തിന് പുറത്തു പോയാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള പുതിയ ഡ്രാഫ്റ്റ് വന്നിരിക്കുന്നത് 25,450 മുതൽ 30,800 വരെയുള്ള സ്കെയിലാണ് മിനിമം. ഡൽഹിയിൽ ഇത് 23,900 മുതൽ 25,800 ചില്ലാനും രൂപ വരെയാണ്. തെലുങ്കാനയിൽ 23,621. കർണാടകയിൽ സോൺ 1, അത് ടോപ്പ് സോണാണ്. സോൺ 1-ൽ 20,594. പഞ്ചാബിൽ 16,896. ബീഹാറിൽ 16,536. മഹാരാഷ്ട്ര 15,246. വെസ്റ്റ് ബംഗാൾ 13,748. ഇവിടെ പലയിടത്തും പുതിയ ലേബർ കോഡ് പ്രകാരമുള്ള
ലെവലിലാണ് ഇപ്പോൾ പിന്നെ മിനിമം വേജസ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിലും ഫ്യൂച്ചറിൽ അങ്ങനെയാണ് കഴിയുക. കാരണം ഇപ്പോൾ പുതിയ ലേബർ കോഡ് നിലവിൽ വന്ന സ്ഥിതിക്ക് അതനുസരിച്ചുള്ളതാണ് വരേണ്ടത്. ഈ തമിഴ്നാടും കർണാടകയും മറ്റ് തൊട്ടടുത്തുള്ളവിടെയൊക്കെ ഇതിനേക്കാളും വലിയ ചികിത്സാ ചെലവാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേസമയം കേരളം ആ നിലയ്ക്ക് നോക്കുമ്പോൾ വളരെ ചെറിയ ഇതാണ്. ഈ മിനിമം വേജസിന് പിന്നെ ഹോസ്പിറ്റലുകൾ കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് മിനിമം പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ഗവൺമെൻറ്റിൽ നിന്ന് 1 രൂപ പോലും ഒരു ഫണ്ടിങ്ങോ സബ്സിഡിയോ ഒന്നും കിട്ടുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വൈദ്യുതിയുടെ സ്ലാബല്ല ഹോസ്പിറ്റലിലുള്ളത്. ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിലോ മറ്റോ കിട്ടുന്ന സ്ലാബിനേക്കാളും വലിയ സ്ലാബിലാണ് വൈദ്യുതി ഹോസ്പിറ്റൽ സ്ലാബ് ഉള്ളത്. അപ്പം ഇത് നമ്മൾ ഗവൺമെൻറ്റിന് മുമ്പിൽ വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഒരു പിന്നെ ആനുകൂല്യങ്ങളും ഗവൺമെൻറ് തലത്തിൽ ഒരു റിഡക്ഷനോ ഇല്ല. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നമ്മൾ ഈ കൊടുക്കുന്ന, നമ്മുടെ ഒരു സ്ഥാപനം റൺ ചെയ്യണമെങ്കിൽ അവിടുത്തെ മാൻ പവർ HR, അതായത് സ്വീപ്പർ മുതൽ ഏറ്റവും ടോപ്പ് വരെയുള്ളവരും, സെക്യൂരിറ്റി, മറ്റു ജീവനക്കാർ, ബയോമെഡിക്കൽ, ടെക്നിക്കൽ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ, നഴ്സിംഗ്, ഇതെല്ലാം, റിസപ്ഷൻ സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, ഇതെല്ലാവർക്കും നമ്മൾ സാലറി കൊടുക്കേണ്ടതുണ്ട്. ഡോക്ടർമാർക്ക് സാലറി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ സ്ഥിരമായിട്ടുള്ള ചെലവുകൾ, വൈദ്യുതി, വെള്ളം, അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ 70 ചില്ലാനും ലൈസൻസുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കാൻ കഴിയുക. അതിനു വേണ്ട ഫീസുകൾ, ഇപ്പോൾ PCB ഫീസ് ഓരോ സ്ഥാപനത്തിൻ്റെയും മൂലധനത്തിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കണക്കാക്കുക. പലപ്പോഴും ലക്ഷങ്ങളാണ് ഒരു പിന്നെ PCBൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഫീസ് കാര്യങ്ങൾ, ഇതിന് പുറമെ അവിടെ വരുന്ന പിന്നെ ആനുവൽ മെയിൻ്റനൻസ് ഫീ, AMC എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം CT, MRI പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ കോടികൾ വരുന്നതാണ്. ഈ കോടികൾ, ഒരു MRI പിന്നെ 3 കോടിയോ 5 കോടിയോ വിലയുണ്ടെങ്കിൽ അതിൻ്റെ 5% മുതൽ 10% വരെ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ലക്ഷങ്ങളാണ് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് ഇനത്തിൽ നമുക്ക് വരുന്നത്. ഈ കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു സേയുമില്ല. നമുക്ക് കിട്ടുന്ന കൺസ്യൂമബിൾസ്, സർജിക്കൽസ്, ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതുണ്ട്. മരുന്നുകൾ നമ്മളെല്ലാം നിശ്ചയിക്കുന്നത് അത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ നടത്തിപ്പിന് വേണ്ട, അതിനൊക്കെ നമ്മൾ ഫണ്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഒരു 40% മുതൽ 60% വരെ HR കോസ്റ്റ് വരുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലുകളൊക്കെ നടത്തുമ്പോൾ ഈ റേറ്റ് ഇത്രയും വലിയൊരു ഹൈക്കിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ പോകുന്ന ഇതിൻ്റെ പിന്നെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായ രീതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ചാർജസ് വർദ്ധിപ്പിക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയമില്ല. ഈ സമരം അല്ലെങ്കിൽ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന ഈ റേറ്റ് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തന്നെ റേറ്റുകൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. 40,000 ഈ 40,000 മിനിമം വേജസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 40,000 അല്ല നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. 40,000-ന് പുറമെ അവർക്ക് അതിൻ്റെ DA ഉണ്ട്, സ്പെഷ്യൽ അലവൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ പുതിയ ഇത് പിന്നെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവനക്കാർക്കും ബേസിക് കൊടുക്കണം, DA കൊടുക്കണം, അതിന് പുറമെ സ്പെഷ്യൽ അലവൻസ് ഉണ്ട്, നഴ്സുമാർക്കുള്ള അഡീഷണൽ അലവൻസ് ഉണ്ട്. ഇതിനെല്ലാം പുറമെ എല്ലാവർക്കും സർവീസ് വെയിറ്റേജ് ഉണ്ട്, പിന്നെ ഇൻക്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുത്തു വരുമ്പോൾ ഈ 40,000, 50,000, 60,000 ഒക്കെ വരെ വരാൻ ചാൻസ് ഉണ്ട്. 40,000 എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ 25,000 പിന്നെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 25,000 തന്നെ 30,000 ചില്ലാനും 32,000-ഓളം രൂപയാണ് വരുന്നത്. CTC ഇതിനും മേലെയാണ്. CTC എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ 3 ഷിഫ്റ്റിൽ നഴ്സുമാർ വേണമെങ്കിൽ 4 ആളിനെ അപ്പോയിൻറ്റ് ചെയ്യണം. കാരണം ലീവ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പിന്നെ സ്ഥാപനത്തിൽ മിനിമം അത് വേണം. ഓരോ പേഷ്യൻറ്റിനും ഇത്ര അനുവാദം വേണമെന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവരുടെ ലീവ് ആനുകൂല്യങ്ങൾ, ഗ്രാറ്റുവിറ്റി, മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം PF, ESI എല്ലാം കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു HR കോസ്റ്റ് വരുന്നത് ഇതിൻ്റെ ഇനിയും ഒരു പകുതി മടങ്ങും കൂടി കൂടുന്നത്, അല്ലെങ്കിൽ ഒരു 1/3 മേലെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കോസ്റ്റ് ഫാക്ടർ കൂടുന്ന
ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് പൊതുജനങ്ങളുടെ മേൽ ഈ ബാധ്യത അടിച്ചേൽപ്പിക്കുകയല്ലാതെ അവരുടെ മേൽ കെട്ടിവെക്കുകയല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വേറെ ഒരു മാർഗമല്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നുള്ള മാർഗം ഇത് അടച്ചുപൂട്ടി പോവുക എന്നുള്ളതാണ്. ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. ചില ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ചില കളികൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് കേരള ഹെൽത്ത് കെയർ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പത്രപ്രവർത്തകർ ഇതൊക്കെ അറിയാം. അതുകൊണ്ട് അത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ആസ്റ്റർ മിംസിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് സമരങ്ങൾ ഘടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്ത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ബേസിക്കലി ഹെൽത്ത് കെയർ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത് അത് മറ്റേ തൊഴിലുടമകളെയല്ല പൊതുജനങ്ങളെയാണ് അത് ബാധിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമരങ്ങളിൽ പങ്കെടുക്കാത്ത ധാരാളം നഴ്സുമാരുണ്ട്, മറ്റു ജീവനക്കാരുണ്ട്. അവരെയൊക്കെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അല്ല വിദേശ നിക്ഷേപങ്ങൾ എന്നുള്ളതിനേക്കാളും ഈ ചെറിയ സംരംഭങ്ങളും മിഡിൽ ലെവലിലുള്ള സംരംഭങ്ങളും ഇവിടെ നിലനിൽക്കേണ്ടതില്ല എന്ന് ചിലര് ലോങ് ടേമിൽ ചില വിഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഹാനികരമാണ്. അതാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, പത്രമാധ്യമങ്ങളിൽ ധാരാളം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അത് ഹെൽത്ത് കെയർ മേഖല ഏറ്റവും നല്ല ഹെൽത്ത് കെയർ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അത് എല്ലായിടത്തും ഒരേപോലെ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറിയാൽ 10-12 മുതൽ ഒരു 5 സ്റ്റാറിൽ കയറിയാൽ 200-300 രൂപ വരെ ഉണ്ടാകും. അപ്പോൾ പല തരത്തിലുള്ള ഹോട്ടലുകളുണ്ട്. അതേപോലെ തന്നെ എല്ലാ മേഖലയിലും പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും. അപ്പോൾ പൊതുജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിൽ ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറി ഹോസ്പിറ്റലുകളുണ്ട്, ചാരിറ്റബിൾ ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ ചിലപ്പോൾ 50-100 രൂപ മാത്രമായിരിക്കും കൺസൾട്ടേഷൻ ഫീസ് വെക്കുന്നത്. അതേസമയം നമ്മൾ കേരളത്തിന് വെളിയിൽ പോയാൽ, ഇപ്പോൾ കർണാടകയിലും അതുപോലെ തന്നെ ആന്ധ്രയിലൊക്കെ പോയാൽ ഒരു കൺസൾട്ടേഷൻ ഏറ്റവും മിനിമം 500 രൂപ 600 രൂപയാണ്. ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് 1000 രൂപ കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് സാധാരണഗതിയിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ 200-300 വാങ്ങിക്കുന്ന സമയത്താണ് ഈ പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചാൽ പൊതുജനങ്ങൾക്ക് അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മേഖലയിലുള്ള ആൾക്കാരെ മാത്രമല്ല നിങ്ങൾ കാണേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ ഈ ഇത്രയും പറഞ്ഞതെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പൊതുജനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാവരുടെയും കൂടി മൊത്തത്തിലുള്ള കാര്യങ്ങൾ കണ്ടുവേണം നമ്മൾ ഈ കാര്യത്തെ മനസ്സിലാക്കാൻ. അതിലേ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി. ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സർക്കാർ ഇതിൽ ഇടപെടണം. കാരണം ഇതൊരു എസൻഷ്യൽ സർവീസാണ്. എസൻഷ്യൽ സർവീസ് ആക്ട് പ്രകാരമുള്ള ഈ മേഖല ഹെൽത്ത് കെയർ അതിൽ വരുന്നതാണ്. അതുകൊണ്ട് എസൻഷ്യൽ സർവീസ് എസ്മ പ്രയോഗിച്ചുകൊണ്ട് സർക്കാർ ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങളുടെ കൂടെ, മാനേജ്മെൻറ്റിൻ്റെ കൂടെ ഞങ്ങളെ സഹായിക്കണം എന്നാണ് സർക്കാരിനോട് മുഖ്യമന്ത്രിക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അതിൽ ഇടപെട്ടുകൊണ്ട്, ഈ സമരം ഇടപെട്ടുകൊണ്ട് ഈ മേഖലയിൽ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം സർക്കാർ കാണണം. കാരണം മെഡിസപ്പും കാസ്പും ഒക്കെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൊക്കെ ഞങ്ങൾ ചികിത്സ കൊടുക്കുന്നുണ്ട്. വളരെ തുച്ഛമായ റേറ്റിന് BPL ഫാമിലിയിലെ പാവപ്പെട്ട ആളുകൾക്കുള്ള ചികിത്സ എന്നുള്ളൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കൊടുക്കുന്ന ഒരു സേവനമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ എസ്മ പ്രയോഗിച്ച് ഈ സമരത്തിനെതിരെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ സഹായിക്കണം എന്നുള്ളത് ഞങ്ങൾക്കതിൽ പറയാനുള്ളത്. നമ്മൾ 70% മൊത്തം ആരോഗ്യ മേഖലയുടെ 70% പ്രൈവറ്റ് ആശുപത്രികളാണ്, പ്രൈവറ്റ് മേഖലയാണ് നോക്കുന്നത്. 30% ഗവൺമെൻറ്. ഈ 70% ഒട്ടുമിക്കതും 100-ന് താഴെ ബെഡുകളുള്ള ചെറിയ ചെറിയ ആശുപത്രികൾ, ഡോക്ടർ അവരുടെ ഫാമിലി അങ്ങനെ നടത്തുന്ന സ്ഥാപനങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ മിനിമം വേജസ് എന്നുള്ള 100% എല്ലാവരും കൊടുക്കുന്നു എന്ന് 100% ഉറപ്പാണ്. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഗവൺമെൻറ്റിനെ പോലും ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മിനിമം വേജസ് ഇത്ര ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞ് ജീവൻ വെച്ച് സമരം ചെയ്യുന്നത്. ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എൻ്റെ കോ വർക്കേഴ്സാണ്, അവരുടെയും കൂടെ ലൈഫാണ്. അവരുടെ ലൈഫ് നമ്മൾ സേവ് ചെയ്യണം. പക്ഷേ അത് ഒരിക്കലും ഒരു സ്ഥാപനം പൂട്ടിപ്പോകുന്ന ലെവലിലേക്ക് നമ്മളെ കുട്ടികളെ, ഒട്ടുമിക്ക നഴ്സുമാർ ഇതിനെതിരാണ്. ഈ സമരത്തിന് 99% നഴ്സുമാർ ഇതിനെതിരാണ്.
പക്ഷേ കുറച്ച് പേര് ഈ നേതാക്കളും മറ്റുള്ളതും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് കയറിയാൽ അങ്ങനെ ഡ്യൂട്ടിക്ക് കയറി. അതാണ് ഇപ്പോൾ അലക്സാണ്ടറുടെ നോക്കൂ, അലക്സാണ്ടർ എന്നുള്ള ഒരു ഡോക്ടറാണ് ഫസ്റ്റ്. അയാളുടെ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻ്റാണ് അയാളുടെ പ്രശ്നം. നിങ്ങൾ സമരം ചെയ്ത മക്കളെ നിങ്ങൾ പിന്നെ ചെയ്തോളൂ, ഈ ലൈഫ് ഇവിടെ ഉണ്ട്. അതിന് പകരം വേറെ കുട്ടികളെ കയറ്റുമ്പോൾ അവിടെ തടയുമ്പോൾ അയാൾ വികാരഭരിതനാവും. അയാൾ ഡോക്ടറാണ് എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനം. ഞാൻ പറയുന്നത് എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഡോക്ടേഴ്സ് ഇനി വരും, എല്ലാ ഡോക്ടേഴ്സിനും ഒരു മിനിമം വേജസ് വേണം. എന്ത് ചെയ്യേണ്ടി വരും? ഫിക്സ് ചെയ്യേണ്ടി വരും മിനിമം വേജസ്. അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടേഴ്സിനും സിസ്റ്റേഴ്സ് എല്ലാ സ്റ്റാഫിനും മിനിമം വേജസ് വന്നാൽ ഈ ചെറുകിട ആശുപത്രികൾ നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡിനനുസരിച്ച് എന്ന് പറയുന്ന കേരള മോഡൽ അടച്ചു പൂട്ടേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് മാന്യമായ രീതിയിൽ ഒരു ഗവൺമെൻറ് ഉണ്ട്, ആ ഗവൺമെൻറ് അതിൽ തീരുമാനമെടുക്കും. അതുവരെ ഈ രോഗികളെ വെച്ചിട്ട് സമരം ചെയ്യുക എന്നുള്ള ചിന്താഗതിയിൽ നിന്നും മാറിയിട്ട് അവർ നമ്മളെ കുട്ടികളാണ്, നമ്മളെ കൂടെ നിൽക്കേണ്ടവരാണ്, അവരെ സംരക്ഷിക്കേണ്ട കടമയും ഈ പ്രൈവറ്റ് ആശുപത്രികൾക്കും ഈ ഡോക്ടേഴ്സിനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ് ആ വിഷയം. അത് ഒരു 2-3 ആശുപത്രികളിൽ പിന്നെ അവർ തമ്മിൽ ചെറിയൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയെന്ന് ഒരു ഇന്ററിം റിലീഫ് കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളിപ്പോഴും പറയുന്നത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർക്ക് ആർക്കും ഇതിന്റെ മേലെ സാലറി കൊടുക്കരുത് എന്നല്ല. 50,000, 60,000, 1,00,000 രൂപ വരെ സാലറി വാങ്ങുന്ന നഴ്സുമാർ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ മിനിമം വേതനം എന്ന് പറയുമ്പോൾ അതിന് താഴെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അവരുടെ കാലിബറോ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസോ ഒന്നും പരിഗണിക്കാതെ കൊടുക്കേണ്ട സാലറിയാണ്. അവിടെയാണ് ഈ തർക്കം വരുന്നത്. സാലറി കൂടുതൽ കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പലരും അവരുടെ കഴിവിനനുസരിച്ച് കൊണ്ടൊക്കെ സാലറി പലതും വാങ്ങുന്നുണ്ട്. അത് 1,00,000 രൂപ അതിന്റെ മുകളിലും വാങ്ങുന്നവരുണ്ട്. യെസ്, വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഈ ഇതില് ഒരു കാര്യം കൂടി പിന്നെ കൂട്ടിച്ചേർക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം പിന്നെ KPH നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി. കാരണം ഈ ഇങ്ങനെയുള്ള ഒരു സമരം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണത് മുന്നോട്ട് പോവുക എന്നുള്ളത്, ഹോസ്പിറ്റലുകൾ മുന്നോട്ട് പോവുക എന്നുള്ള ആലോചിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പിന്നെ ഹോസ്പിറ്റൽ മേഖലയിലുള്ള അസോസിയേഷനുകളും, അതായത് KPHക്ക് പുറമെ തന്നെ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ അസോസിയേഷൻ ഉണ്ട്, ചായ്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജസ്, അത് പിന്നെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജസിൻ്റെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് അസോസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്, AHPI ഉണ്ട്. അതുപോലെ തന്നെ UPMP ഉണ്ട്, IMAയുടെ ഹോസ്പിറ്റൽ ബോർഡ് ഉണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു ഇത് വന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇത് പിന്നെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളത് അവരുടെ മുമ്പിൽ ഒരു ചോദ്യം വെച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഈ 40,000 കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ടത് ഓരോ പരിതസ്ഥിതി. കാരണം ചായിൻ്റെ ഹോസ്പിറ്റലിൽ വളരെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട്. കാരണം അത് ഒരു മിഷനറി ലെവലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ മറ്റ് സിംഗിൾ ഡോക്ടേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ അവർ പലരും ചൂണ്ടിക്കാണിക്കുകയും ആർക്കും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഇറക്കിയിട്ടുള്ള ഇതിൽ നമുക്ക് അതിനുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോയി ഫൈനൽ ഓർഡർ വരുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് എല്ലാ സംഘടനകളും പിന്നെ സ്വീകരിച്ച നിലപാട്. അപ്പോൾ ആ നിലയ്ക്ക് പിന്നെ കേരളത്തിലെ മൊത്തം ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളുടെ പിന്നെ പിന്തുണയും ഈ ഒരു പിന്നെ പത്രസമ്മേളനത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരെല്ലാവരും ഇതേപോലെ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം കഴിയാത്ത ഒരു സംഗതി, കാരണം കഴിയാത്തത് എന്ന് ഞാൻ നേരത്തെ വളരെ ക്ലിയറായിട്ട് വിശദീകരിച്ചു എന്തുകൊണ്ട് എന്നുള്ളത്. കഴിയാത്തത് എന്നുള്ളത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ ആ കൊടുക്കുന്നത് നമുക്ക് അതിന് പേഷ്യൻ്റിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വലിയ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ആണ് ഈ ഒരു പിന്നെ ലെവലിലേക്കുള്ളൊരു ഡിമാൻഡിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തത്. ഈ മിനിമം വേജസ് എന്തായാലും ഗവൺമെൻറ് പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് എന്തായാലും നമുക്ക് റിവിഷൻ കൊടുക്കണം. അത് കൊടുക്കില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അതിൽ വളരെ ദോഷകരമായ വല്ലതും ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് നമ്മളത് ശരിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ
അത് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാനാണ് മാത്രമാണ് നമുക്കിപ്പോൾ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എല്ലാ സ്ഥാപനങ്ങളും എടുക്കുന്ന നിലപാട്. മറ്റ് ഇപ്പോൾ നേരത്തെ ചോദിച്ച പല സ്ഥാപനങ്ങളും പിന്നെ ഇൻറ്ററിമായിട്ടുള്ള ചില മെക്കാനിസമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാത്ത ഇപ്പോൾ ഓൾറെഡി 40ൻ്റെ മേലെ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. അവർ ഓൾറെഡി 40ൻ്റെ മേലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അതൊരു വലിയ പ്രശ്നമാവില്ല, അവർ അത് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും അത് കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് ഹെൽത്ത് കെയർ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിലവിലെ അവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാർ ഭൂരിഭാഗം പേരും സമരത്തിനെതിരാണെന്നാണ് പറയുന്നത്. അസോസിയേഷൻ്റെ ഈ പോലുള്ള സംഘടനകളുടെ താല്പര്യത്തിൽ വഴങ്ങിയിട്ടാണോ, അല്ലെങ്കിൽ അവരുടെ ബാങ്കിൽ നിൽക്കുകയാണോ, അങ്ങനെ സമരത്തിൽ ഇറങ്ങുന്ന നഴ്സുമാരല്ലാതെ കുറേ പേരില്ലേ? അല്ല, അത് തീർച്ചയായിട്ടും ഇതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, പിന്നെ ഒന്നാമത്തത് എല്ലാ ഹോസ്പിറ്റലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഹോസ്പിറ്റലുകളും സമരങ്ങളും നടക്കുന്നില്ല. അവിടെയൊന്നും അവരൊക്കെ പലരും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ചില സംഘടനകൾ തന്നെ ഇതിനെതിരാണ്. INA ഒക്കെ ഞാൻ സെക്രട്ടറിയുടെ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ ഈ സമരത്തിന് അനുകൂലമായ ഒരു രീതിയിലല്ല എനിക്ക് കണ്ടത്. അവർക്കും മിനിമം വേതനം വേണം എന്നുള്ള ആവശ്യമുണ്ട്, അവരതിനു വേണ്ടി സമരം ചെയ്യുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുമുണ്ട്. പക്ഷേ അതേസമയം അന്യായമായ രീതിയിൽ കാര്യങ്ങൾ പോകരുത് എന്നുള്ളതാണ് അവരും പറയുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ മറ്റ് ഈവൻ സമരം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പോലും നഴ്സുമാർ പലരും അവരെ ഭീഷണിപ്പെടുത്തിയും അവർക്ക് മനസ്സില്ലാതെയാണ് വിട്ടുനിൽക്കുന്നത്. കാരണം ഇവർ സ്വകാര്യമായിട്ട് പലരും നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, സാറേ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, കാരണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കേണ്ടി വരികയാണ് എന്ന് പറഞ്ഞ് പിന്നെ സ്വകാര്യമായി വന്ന് പറയുന്ന ധാരാളം സ്റ്റാഫ് നഴ്സുമാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിംസിൽ നടന്ന സംഗതി കണ്ടു, അവിടുത്തെ മറ്റു ജീവനക്കാർ. അപ്പോൾ മറ്റുള്ള ജീവനക്കാരൊക്കെ ഇത് പ്രശ്നമാണ്. കാരണം ഇപ്പോൾ ഇങ്ങനെ ഈ സമരം നീണ്ടുപോയാൽ ഈ മാസത്തെ ശമ്പളം എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് മാനേജ്മെൻറ്റുകൾക്ക് ഒരു പ്രതിസന്ധിയായി വരും. അത് നഴ്സുമാർക്ക് മാത്രമല്ല എല്ലാ ജീവനക്കാർക്കും അത് പ്രശ്നമായി വരും. അപ്പോൾ ഇത് ഈ സമരം പിന്നെ ആരോഗ്യ മേഖല, അവശ്യ സർവീസ് ആയിട്ടുള്ള ആരോഗ്യ മേഖലയിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് ആ രീതിയിൽ മാധ്യമങ്ങൾ കുറെ കൂടി വിശാലമായി ചിന്തിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യം രണ്ട് വശവും ചിന്തിച്ച് നിലപാടെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2-3 വർഷമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പിന്നെ തിങ്കളാഴ്ചക്ക് മുമ്പ് മിനിമം വേജസിൻ്റെ കരട് രൂപം പുറത്തിറക്കണമെന്ന് അവർ ഡിമാൻഡ് ചെയ്തു. സർക്കാർ ആ രൂപത്തിനനുസരിച്ച് കൊണ്ട് ഒരു കരട് രൂപം പുറത്തിറക്കി. അതിൻ്റെ നടപടിക്രമങ്ങളുമായി സർക്കാർ പോകുന്നുണ്ട്. അതിലല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മിനിമം വേതനം പുതുക്കുന്നതിന് വേണ്ടി അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടി ഒരു സമരം ചെയ്യുമ്പോൾ ഈ മേഖലയായതുകൊണ്ട്, അവശ്യ മേഖലയായതുകൊണ്ട് സർക്കാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് എസ്മ പ്രയോഗിക്കണം എന്നുള്ളതാണ് ഞാനത് ഉദ്ദേശിച്ചത്. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ വേജസ് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിക്രമം ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിലവിലുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ആ സമയത്ത് സമരങ്ങൾ നടക്കുകയില്ല. ഈ ഗവൺമെൻറ് ഇതിൻ്റെ ആക്ഷേപം ക്ഷണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ഫൈനൽ നോട്ടിഫിക്കേഷൻ വരുന്ന ശേഷം അത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് വേണ്ടത്. ഇത് ഇവിടെ അതൊന്നും പിന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രശ്നം. അതാണ് അവിടെ ഈ 40,000 വേണം എന്ന് പറയുന്നത് ഒരു നഴ്സിന്, കഴിവുള്ള ഒരു നഴ്സിനോ അല്ലെങ്കിൽ ഒരു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തെ അല്ല, മിനിമം വേജസ് റിവിഷനാണ്. മിനിമം വേജസ് റിവിഷൻ, അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. മിനിമം വേജസ് റിവിഷന് ആദ്യം ഉണ്ടായിരുന്ന നവംബർ 21 മുമ്പ് മിനിമം വേജസ് ആക്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം കോഡ് ഓൺ വേജസ് ആണ്. ഈ രണ്ട് ഇതിലും നിയമത്തിലും പറയുന്നത് അത് എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന്. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്, ഒരു കുടുംബത്തിൻ്റെ പിന്നെ 3 ആളുകൾ വരുന്ന ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകേണ്ട എല്ലാ ഘടകങ്ങളും പാലിച്ചുകൊണ്ട് കണക്കാക്കേണ്ടത് ഇതാണ്. അതിനുവേണ്ടി സർക്കാർ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ആ പിന്നെ ഇതിനനുസരിച്ച് ബൽറാം കമ്മിറ്റിയും ജഗദീഷ് പ്രസാദ് കമ്മിറ്റിയും. ബൽറാം കമ്മിറ്റി റിപ്പോർട്ടിൽ 19 നിർദ്ദേശങ്ങളാണ് വന്നിരുന്നത്. 2011 വന്ന ബൽറാം കമ്മിറ്റി റിപ്പോർട്ടിൽ ആ 19 നിർദ്ദേശങ്ങളിൽ അവരുടെ ലോൺ എഴുതി തള്ളണം എന്നുള്ള ഒരു നിർദ്ദേശമല്ലാതെ എല്ലാ നിർദ്ദേശങ്ങളും ഷിബു ബേബി ജോൺ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു നടപ്പാക്കിയതാണ്.
അതനുസരിച്ച് കൊണ്ട് പിന്നെ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ മേഖലയിൽ പഠനം നടത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് ഒരു പഠനം നടത്തിയിട്ടാണ് ജഗദീഷ് പ്രസാദ് റിപ്പോർട്ട് വന്നത്. ആ ജഗദീഷ് പ്രസാദ് റിപ്പോർട്ട് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. കാരണം മിനിമം വേജസ് പുതുക്കി നിശ്ചയിക്കേണ്ടത് പിന്നെ ഒരു മേഖലയിൽ മിനിമം സാലറി എന്ന് പറയുന്ന മിനിമം വേജസ് ആക്ട് പ്രകാരമാണ് നടത്തേണ്ടത്, അതിന്റെ പ്രൊവിഷൻ അനുസരിച്ച് കൊണ്ടാണ് നടത്തേണ്ടത്. അതുകൊണ്ട് മിനിമം വേജസ് പുതുക്കി നിശ്ചയിക്കാൻ ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് അതിന്റെ പഠന റിപ്പോർട്ടിനല്ല ചെയ്യേണ്ടത് എന്നും അത് ഫെയർ വേജ് ആണ്, മിനിമം വേജ് ആക്ട് പ്രകാരം പാടില്ല എന്നും ദീസ് റെക്കമെൻഡേഷൻസ് ആർ ഓവർലുക്കിംഗ് ദി മാൻഡേറ്റ് അണ്ടർ ദി മിനിമം വേജ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിന്റെ ഒരു വിധി ഇന്നും നിലവിലുണ്ട്. അതുകൊണ്ട് ആ 2 റിപ്പോർട്ടും നടപ്പാക്കാൻ പിന്നെ അത് നടപ്പാക്കിയതാണ് ഒന്ന്, മറ്റേത് നടപ്പാക്കാൻ കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളതാണ്. യെസ്, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, വളരെ വളരെ നന്ദി. ഓക്കെ.